3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഇന്ന് പവന് 120 രൂപ വർദ്ധിച്ച് 57,040 രൂപയായി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,130 രൂപയായി. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുകയാണ്. രോഹിണി, തീർച്ചയായും ഈ മാസം 1-ാം തീയതിയാണ് ഡിസംബറിലെ ഉയർന്ന വില കേരളത്തിൽ ആദ്യം രേഖപ്പെടുത്തുന്നത്. അത് 57,200 രൂപയായിരുന്നു. തുടർന്ന് അടുത്ത ദിവസം തന്നെ സ്വർണ്ണവില കൂപ്പുകുത്തി. അത് 5,670 രൂപ ഗ്രാമിനും പവന് 56,700 രൂപ ഒരു പവൻ എന്ന നിരക്കിലേക്ക് അത് താഴുകയായിരുന്നു. വീണ്ടും ഒരു 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പവന് 120 രൂപ വർദ്ധിച്ച് അത് 57,040 രൂപയിലെത്തി. പ്രധാനമായും ഈ US പെട്യോഗം സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായാണ് വിപണി ഇപ്പോൾ കരുതുന്നത്. ഫെഡ് പലിശ കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് വിപണി ഇപ്പോഴുള്ളത്. ഇത്തരം ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വിലവർധനയ്ക്ക് കാരണമാകുമെന്ന് വിപണിയിലുള്ളവർ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, പുതുവത്സരത്തോടനുബന്ധിച്ച് സാധാരണയായി സ്വർണ്ണവിലയിൽ ഒരു കയറ്റം ഉണ്ടാകുന്നതാണ്. ആ ഒരു സാഹചര്യവും നിലനിൽക്കുന്നതിനാൽ വീണ്ടും ഇനി വില വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിപണിയിലുള്ളവർ കരുതുന്നത്. ഇതിനെല്ലാത്തിനും ഉപരി നിലവിൽ നിലനിൽക്കുന്ന ചില ആഗോള സംഘർഷങ്ങളെല്ലാം തന്നെ വീണ്ടും വർദ്ധിച്ചാൽ അത് സ്വർണ്ണവില ഉയരുന്നതിന് കാരണമാകും. അത് അങ്ങനെ സംഘർഷങ്ങൾ മൂർച്ഛിച്ചാൽ സ്വാഭാവികമായും വൻകിട നിക്ഷേപകരടക്കമുള്ളവർ ഇത്തരത്തിൽ സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് തിരിയും. കൂടുതൽ മെച്ചമുണ്ടാക്കുന്ന ഒരു ആസ്തി എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറാകും. അത് ആണ് സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള കാരണം. എന്തായാലും 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. വിപണിയിൽ ഇന്ന് വ്യാപാരം നടക്കുന്നത് ഉയർന്ന വിലയിൽ തന്നെയാണ്. ഡിസംബർ 1-ാം തീയതിയാണ് ഇതിനു മുമ്പ് റെക്കോർഡ് രേഖപ്പെടുത്തി സ്വർണ്ണവില വന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും താഴ്ന്നിട്ട് ഇന്ന് വീണ്ടും വില ഉയർന്നിരിക്കുകയാണ്. സമീപകാലത്ത് ഭാവിയിലും ഇത്തരത്തിൽ വില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് പ്രത്യേകിച്ച് പുതുവത്സരം അടുക്കുന്നതിനാൽ വിപണിയിലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.